മക്കളെ നമ്മുടെ ഫ്രണ്ട്സ് ഇൻ ഷെൽഫ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കിഡിലനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഒത്തിരി രസകരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് ആക്ടിവിറ്റീസ്, അതിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒന്നുകൂടെ കിഡിലനായിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നോക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ ഏതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. അതായത് മുത്തുകളുടെ ബീഡ്സിൻ്റെ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ യെസ് എന്ന് പറയണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, അതായത് പല നിറത്തിലുള്ള മുത്തുകൾ അല്ലേ, മാല കോർക്കാൻ വേണ്ടിയിട്ട് 5 പേർക്ക് പല നിറത്തിലുള്ള മുത്തുകൾ കൊടുത്തു. എന്താണ്? ബീഡ്സ് ഓഫ് വേരിയസ് കളേഴ്സ് ആർ ഗിവൺ ടു 5 children. How many beads did each get? അല്ലേ, അതായത് 5 പേർക്ക് മാല കോർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുത്തുകൾ കൊടുത്തു, പല നിറത്തിലുള്ള മുത്തുകൾ കൊടുത്തു. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കണം. അതെ, ഇവിടെ നോക്കിക്കേ, ഇത്രയും ആൾക്കാരാണ് അല്ലേ, 5 പേര്. നോക്കി ആരൊക്കെയാണ്? നമ്മളെ ഇഫക്കുട്ടി ഉണ്ട്, അരുൺ ഉണ്ട്, ഷെറിൻ ഉണ്ട്, മാളു ഉണ്ട്, ആസിഫ് ഉണ്ട്. ഇത്രയും പേർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഫയ്ക്ക് എത്ര കൊടുത്തു, അരുണിന് എത്ര കൊടുത്തു എന്നാണ് നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇഫയ്ക്ക് ഇതാ ഒരു റെഡ് കളറിലുള്ള 10 മുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ കളറിൽ നീല നിറത്തിലുള്ള 10 കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിലുള്ള 10 കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു ബ്ലൂ നിറത്തിലുള്ള ഒരു 7 മുത്തുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം അല്ലേ. അതായത് ഇഫയ്ക്ക് എത്ര കൊടുത്തു? ഇഫയ്ക്ക് എത്ര കൊടുത്ത്? റെഡിൻ്റെ 10. അത് കൂടാതെ വീണ്ടും എത്രയായിരുന്നു? ഒരു 10 നീല കളറിൽ കൊടുത്തു. വീണ്ടും ഒരു 10 ഗ്രീൻ കളറിൽ കൊടുത്തു. പിന്നെ ഒരു 7 ആണ് കൊടുത്തത് അല്ലേ. നമുക്കിതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ റിഫയ്ക്ക് എത്രയാണ് കൊടുത്തതെന്ന് കിട്ടും അല്ലേ. ഇഫയ്ക്ക് എത്ര കൊടുത്തെന്ന് കിട്ടും അല്ലേ. മിസ് ചെയ്ത് കറക്റ്റ് ആണ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. 0 0 0 ഒക്കെ എത്രയാണ്? 0 ആണ്. 0-നോട് 7 കൂട്ടിയാൽ എത്രയാ? 7 ആണ് അല്ലേ. 0 + 7 എത്രയാണ്? 7 ആണ്. ഇനി നോക്കിക്കേ, ഇവിടെ എത്രയാണ്? കുറേ ഒന്നുകൾ എൻ്റെ മക്കൾ കാണുന്നില്ല. എത്ര ഒന്നുകളുണ്ട്? 1 2 3 എത്രയാണ്? 3 ഒന്നുകളാണ് ഉള്ളത്. അപ്പോൾ 3 ഒന്നുകൾ ചേർന്നാൽ എത്രയാ? 3 ആണ്. അപ്പോൾ ഇഫ കുട്ടിക്ക് ടോട്ടൽ എത്രയാ കിട്ടിയത്? 37 അല്ലേ. 37 മുത്തുകളാണ് ഇഫ കുട്ടിക്ക് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അരുണിൻ്റെ നോക്കാം അല്ലേ. അരുൺ കുട്ടൻ എത്ര കിട്ടിയെന്ന് നോക്കാം. ഇതാ 10 മുത്ത് ചുവന്നത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നീല 10 കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും പച്ച 10 എണ്ണം കൊടുത്തു. പിന്നെ മഞ്ഞ 5 എണ്ണവും കൊടുത്തു അല്ലേ. മഞ്ഞ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അരുണിൻ്റെത് എഴുതാം അല്ലേ. അരുണിന് എത്രയൊക്കെയായിരുന്നു? ചുവപ്പ് 10 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നീല 10 എണ്ണം ഉണ്ട്. പച്ച 10 എണ്ണം ഉണ്ട്. പിന്നെ മഞ്ഞ 3 എണ്ണം ആയിരുന്നില്ലേ? അല്ല, 5 എണ്ണം ആയിരുന്നു അല്ലേ. 3 അല്ല, 5 എണ്ണം. 5 എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എത്ര കിട്ടിയെന്നാണ് നമ്മൾ നോക്കണ്ടത് അല്ലേ. 10 10 10 5. അപ്പം എത്ര കിട്ടി? നോക്കിക്കേ, 0 0 ഒക്കെ 0 ആണ്. പിന്നെ 0 + 5 എത്രയാണ്? 5 ആണ്. ഇനി ഇതാ ഇവിടെ ഒന്നുകൾ കാണാനുണ്ട് അല്ലേ. അപ്പോൾ ഒന്നുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി നോക്കണം. അപ്പോൾ എത്ര ഒന്നാണ്? 1 2 വീണ്ടും 3 ഒന്നുകളാണ്. നോക്കിക്കേ, 35 അല്ലേ. എത്രയാണ്? 35 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി ഷെറിൻ്റെതാണ് നോക്കേണ്ടത്. ഷെറിന് കുറച്ച് അധികം മുത്തുകളുണ്ട് അല്ലേ. അതായത് റെഡ് കളറിലും ഉണ്ട്, യെല്ലോയിലും ഉണ്ട്, ഗ്രീനിലും ഉണ്ട്, ബ്ലാക്കിൽ 2 എണ്ണം ഉണ്ട്. 2 തവണ ബ്ലാക്ക് 10 എണ്ണം കൊടുത്തു. പിന്നെ ഗ്രീനിൽ 6 ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഷെറിനല്ലേ വേണ്ടത്? ഷെറിൻ അല്ലേ 10. ഓക്കെ, ഷെറിൻ എത്രയൊക്കെയായിരുന്നു? 10 10 10 10 10 അല്ലേ. 1 2 3 4 5 5 തവണ 10 വന്നിട്ടുണ്ട് അല്ലേ. 10 10 10 10 10. പിന്നെ എത്രയായിരുന്നു വന്നത്? പിന്നെ ഗ്രീന് 6 അല്ലേ. 6 എണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്. 6. ഓക്കെ, ഇത്രയാണ് ഷെറിന് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം അല്ലേ. എത്രയാണ്? 0 + 6 എത്രയാണ്? 6 ആണ്. ഇനി എത്ര വണ്ണുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? 1 2 3 4 5 അല്ലേ. 5 ഒന്ന് ചേർന്നാൽ എത്രയാണ്? 5 അല്ലേ. അപ്പം നോക്കിക്കേ, 56 അല്ലേ. 56 മുത്തുകൾ ആർക്ക് കിട്ടിയിട്ടുണ്ട്?
നമ്മുടെ ഷെറിന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി മാളുവിൻ്റെ ആണ് നോക്കേണ്ടത്. മാളുവിനെ നോക്കിക്കേ, 1 2 3 4 5 5 തവണ 10 കൊടുത്തിട്ടുണ്ട്, പിന്നെ 8ഉം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കിനി മാളുവിൻ്റെത് എഴുതാം. ഓക്കെ, മാളു അല്ലേ. 1 2 3 4 5 പിന്നെ 8 അല്ലായിരുന്നു, 8 തന്നെയല്ലായിരുന്നു കൊടുത്തത്. അതെ, 8 ആണ് കൊടുത്തത് അല്ലേ. ഇത്രയാണ് മാളുവിന് കൊടുത്തത്. അപ്പം നമുക്ക് പ്ലസ് ചെയ്ത് നോക്കാം അല്ലേ. 0 + 8 എത്രയാണ്? 8 ആണ്. പിന്നെ 1 2 3 4 5 അല്ലേ, 5 ഒന്നുകൂടെ ഉണ്ട്. അപ്പം എത്രയാണ്? 5 അല്ലേ. അപ്പം എത്രയാണ്? 58 ആണ് മാളുവിന് കിട്ടിയത്. ആയിരുന്നു 58 കിട്ടി. ഇനി നോക്കിക്കേ, ആസിഫ് അല്ലേ, ഫൈനലി ഏറ്റവും അവസാനം ആസിഫ് കൂട്ടന് എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, 1 2 3 4 4 തവണ 10 ഉണ്ട് അല്ലേ. 1 2 3 4 4 10 ഉണ്ട്, പിന്നെ ഒരു 4 ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ആസിഫ് കൂട്ടൻ്റെ നോക്കാം. പത്ത് 10 10 10 4 അല്ലേ. നോക്കിക്കേ, 0 + 4 എത്രയാണ്? 4 ആണ്. 1 2 3 4 4 ഒന്നുകളുണ്ട്. അപ്പം എത്രയാണ്? 4. ഓക്കെ, അപ്പം എത്ര? 44 അല്ലേ, 44 കിട്ടി. ഓക്കെ, 44 കിട്ടി. ഇനി ഇതോടുകൂടി തീരുന്നില്ല. നമ്മളോട് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. മുത്തുകളുടെ എണ്ണം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ബീറ്റ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ് അല്ലേ. നമ്മൾ എത്ര ഓരോരുത്തർക്ക് 5 പേർക്കും കിട്ടിയ ടോട്ടൽ ബീറ്റ്സിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിനെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്ക് എഴുതണം അല്ലേ. എത്രയൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയ നമ്പറുകൾ? നോക്കിക്കേ, 37 ഉണ്ട്, 35 ഉണ്ട്, 56 ഉണ്ട് അല്ലേ. അതായത് 37 35 56 പിന്നെ എത്രയായിരുന്നു? 56 58 44 58 44 ഇത്രയും നമ്പേഴ്സ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓരോരുത്തർക്കും ഇത്ര നമ്പേഴ്സ് ആയിരുന്നു കിട്ടിയത്. ഇതിൽ വലിയ നമ്പറിനെ ആദ്യം എഴുതിയിട്ട് പിന്നെ തൊട്ടടുത്ത് ചെറിയ നമ്പറിനെ എഴുതുക, അങ്ങനെ ഏറ്റവും ചെറിയ നമ്പറിലേക്ക് എത്തണം അല്ലേ. വലുതിൽ നിന്ന് പിന്നെ ഏറ്റവും ചെറുതിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 37 ഉണ്ട്, 35 ഉണ്ട്, 56 ഉണ്ട്, 58 ഉണ്ട്, 44 ഉണ്ട്. ഏതാണ് ഏറ്റവും വലിയ നമ്പർ? നോക്കിയേ, 58 അല്ലേ, 58 അല്ലേ കൂട്ടത്തിൽ ഏറ്റവും വലുത്. അപ്പോൾ അതാ മിസ് 58നെ ആദ്യം എഴുതി. പിന്നത്തെ വലിയ നമ്പർ എന്ന് പറയുന്നത് ഏതാ? 58 കഴിഞ്ഞാൽ പിന്നെയുള്ള വലിയ നമ്പർ ഏതാ? 56 ആണ് അല്ലേ. അപ്പം മിസ് എന്ത് ചെയ്തു? 56നെ എഴുതി. 56 കഴിഞ്ഞാൽ പിന്നെയുള്ള വലിയ നമ്പർ ഏതാണ്? പിന്നെയുള്ള വലുത് ഏതാ കൂട്ടത്തിൽ? 37 35 44 എത്രയാണ്? 44 അല്ലേ. മിസ് ഇതാ 44നെ എഴുതി. പിന്നെയുള്ള വലിയ നമ്പർ ഏതാ? 37 ഉണ്ട്, 35 ഉണ്ട്. ഇതിൽ ഏതാണ് വലിയ നമ്പർ? 7 ആണോ 5 ആണോ? 7 ആണല്ലേ. അപ്പോൾ 37 പിന്നെ 35. ഓക്കെ, അപ്പം മിസ് എന്ത് ചെയ്തു? വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതി. ഇങ്ങനെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്ക് നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിന് ഒരു പേര് പറയുമല്ലോ. ഏതായിരുന്നു അത്? ഡിസെൻഡിങ് ഓർഡർ. മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? അവരോഹണം എന്ന് പറയാം അല്ലേ. എന്താണ് ഇങ്ങനെ എഴുതുന്നതിന് എന്താ നമ്മൾ പറയാ? ഡിസെൻഡിങ് ഓർഡർ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? അവരോഹണം എന്ന് എഴുതാം അല്ലേ. അവരോഹണ ക്രമം എന്ന് പറയൂ കേട്ടോ മലയാളത്തിൽ അതിനെ. അപ്പോൾ മനസ്സിലായോ? നല്ല രസകരമായിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നില്ലേ? അപ്പോൾ അടുത്ത ആക്ടിവിറ്റി ആയിട്ട് മിസ് വീണ്ടും വരാം.